ചിലർ ആഡംബര വസതികളും വിശാല കുളിമുറികളും പണിയുകയും മറ്റു ചിലർ ഗരീബി ഹഠാവോ പോലുള്ള കപട മുദ്രാവാക്യങ്ങൾ ഉയർത്തുകയും ചെയ്യുമ്പോൾ രാജ്യത്തെ 25 കോടി പാവപ്പെട്ടവരെ തന്റെ സർക്കാർ ദാരിദ്ര്യത്തിൽ നിന്നും കരകയറ്റിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിനോദത്തിനായി പാവപ്പെട്ടവരുടെ കുടിലുകളിൽ ഫോട്ടോ സെക്ഷനുകൾ നടത്തുന്നവർക്ക് പാർലമെന്റിൽ ദരിദ്രരെക്കുറിച്ചുള്ള പരാമർശം വിരസമായിരിക്കുമെന്നും മോദി പരിഹസിച്ചു. ലോക്സഭയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്ക് നൽകിയ മറുപടിയിൽ കോൺഗ്രസ് ആം ആദ്മി പാർട്ടി നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് പ്രധാനമന്ത്രി മോദി നടത്തിയത്. പാവപ്പെട്ടവർക്ക് വേണ്ടിയല്ല, അദാനിക്കും അംബാനിക്കും വേണ്ടിയുള്ള സർക്കാർ എന്നാണ് പറയേണ്ടതെന്ന് പ്രതിപക്ഷം തിരിച്ചടിച്ചു. പ്രതിപക്ഷത്തിന് വലിയ നിരാശയുണ്ടാകുമെന്നും എന്തെങ്കിലും പറഞ്ഞോട്ടെ എന്നുമായിരുന്നു മോദിയുടെ പരിഹാസം. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന് 14ാം തവണയും മറുപടി പറയാൻ അവസരം നൽകിയതിന് നന്ദി പറയാനും മോദി മറന്നില്ല. വികസിത ഭാരതത്തിനായുള്ള 25 വർഷത്തേക്കുള്ള ലക്ഷ്യപത്രമാണ് രാഷ്ട്രപതി അവതരിപ്പിച്ചതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പാവപ്പെട്ടവർക്ക് ഇതുവരെ 4 കോടി വീടുകൾ നൽകി. കഷ്ടപ്പെട്ട് ജീവിതം നയിച്ചവർക്ക് മാത്രമേ വീട് കിട്ടിയതിന്റെ വില മനസ്സിലാകൂ. ശൗചാലയങ്ങൾ ഇല്ലാത്തതിനാൽ മുൻകാലങ്ങളിൽ സ്ത്രീകൾ ഒരുപാട് കഷ്ടപ്പെട്ടു. ഈ സൗകര്യമുള്ളവർക്ക് ദുരിതം അനുഭവിക്കുന്നവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാകില്ല. തന്റെ സർക്കാർ 12 കോടിയിലധികം ടോയ്ലറ്റുകൾ നൽകി. 5 പതിറ്റാണ്ടോളം ഗരീബി ഹഠാവോ മുദ്രാവാക്യം കേട്ടു. എന്നാൽ അത് നടപ്പാക്കാനായില്ല. നടപ്പാക്കാനാകാതെ വാഗ്ദാനങ്ങൾ നൽകി അവർ ജനങ്ങളെ വിഡ്ഢികളാക്കുന്നു. എന്നാൽ ഞങ്ങൾ യുവാക്കൾക്കും പാവപ്പെട്ടവർക്കും വേണ്ടി പ്രവർത്തിക്കുന്നു. ചില നേതാക്കൾ ആഡംബര വീടുകളും ജാക്കുസിയും ഷവറും നിർമ്മിക്കാൻ ശ്രദ്ധിച്ചപ്പോൾ ഓരോ വീട്ടിലും വെള്ളം എത്തിക്കാനാണ് ഞങ്ങൾ ശ്രദ്ധിച്ചത്. പഞ്ചായത്തുകൾ മുതൽ പാർലമെന്റ് വരെ ഒരു പാർട്ടിയുടെ ഭരണം മാത്രമേ ഒരു കാലത്തുണ്ടായിരുന്നുള്ളൂ. മാഞ്ഞൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ഫാഷനാക്കിയ ഒരാൾ പ്രധാനമന്ത്രിയായിരുന്നു. മിസ്റ്റർ ക്ലീൻ എന്നായിരുന്നു പറച്ചിൽ. അക്കാലത്ത് 1 രൂപ ചെലവഴിക്കുമ്പോൾ പാവപ്പെട്ടവർക്ക് 15 പൈസ ലഭിക്കുമെന്നായിരുന്നു അദ്ദേഹം തന്നെ പറഞ്ഞുവെന്ന് രാജീവ് ഗാന്ധിയുടെ പേരെടുത്ത് പറയാതെ മോദി പറഞ്ഞു. എന്നാൽ ജനങ്ങളുടെ പൈസ ജനങ്ങൾക്ക് വേണ്ടി എന്നതാണ് തങ്ങളുടെ നയം. ജനങ്ങൾക്ക് നേരിട്ട് ആനുകൂല്യം കൈമാറുന്ന എന്ന പദ്ധതി ഞങ്ങൾ കൊണ്ടുവന്നു. 40 ലക്ഷം കോടി രൂപ ജനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഞങ്ങൾ നേരിട്ട് നിക്ഷേപിച്ചു. സർക്കാർ പദ്ധതികളുടെ ഫണ്ടിൽ നിന്നും മുതലെടുത്തിരുന്ന ഇന്ത്യയിൽ ജനിക്കാത്ത 10 കോടി തട്ടിപ്പുകാരെ കണ്ടെത്തി. രാഷ്ട്രീയ പ്രത്യാഘാതം നോക്കാതെ അർഹരായ 10 കോടി പേരെ നീക്കിയ ശേഷം തുക യഥാർത്ഥ ഗുണഭോക്താക്കൾക്ക് നൽകി. അഴിമതിയുമായി ബന്ധപ്പെട്ടതായിരുന്നു നേരത്തെ പത്രങ്ങളുടെ തലക്കെട്ടുകൾ. 10 വർഷം കഴിഞ്ഞു. നിരവധി നടപടികൾ സ്വീകരിച്ചു. പൊതുജനങ്ങൾക്കായി ഉപയോഗിച്ച കോടിക്കണക്കിന് രൂപ ലാഭിച്ചു. പക്ഷേ ജനങ്ങൾ ആ പണം ഉപയോഗിച്ചത് ശീഷ് മഹൽ നിർമ്മിക്കാനല്ല, പകരം രാഷ്ട്രം കെട്ടിപ്പടുക്കാനാണ്. 10 വർഷമായി ആദായ നികുതി കുറച്ചുകൊണ്ട് ഇടത്തരക്കാരുടെ സമ്പാദ്യം വർദ്ധിപ്പിച്ചു. 2014 മുമ്പ് നികുതി ബോംബുകളും ബുള്ളറ്റുകളുമായിരുന്നു. അതിലൂടെ ആളുകളുടെ ജീവിതത്തെ ബാധിച്ചു. ആ മുറിവുകൾ ക്രമേണ സുഖപ്പെടുത്തി തങ്ങൾ ബാൻഡേജ് ഇട്ടു. 2013-2014 2 ലക്ഷം രൂപയ്ക്ക് മാത്രമേ നികുതി ഇളവ് ഉണ്ടായിരുന്നുള്ളൂ. അതാണ് 12 ലക്ഷം വരുമാനമുള്ളവർക്ക് നികുതി ഇല്ലാതാക്കിയത്. 75,000 രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂടി ചേർത്താൽ ഏപ്രിൽ 1-ന് ശേഷം രാജ്യത്തെ ശമ്പളക്കാരായവർക്ക് 12.75 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നികുതി നൽകേണ്ടതില്ലെന്നും പ്രധാനമന്ത്രി മോദി വിശദീകരിച്ചു.